ഒരു തിരോധാന കേസിൽ തുടങ്ങിയതാണ് വെളിച്ചത്ത് വന്നതൊരു സീരിയൽ കില്ലർ. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ആലപ്പുഴ പള്ളിപ്പുറത്തെ വസ്ത്രവ്യാപാരി സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൈം ത്രില്ലർ സിനിമയെ വെല്ലുന്ന സംഭവങ്ങൾ. ഇപ്പോൾ 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ സംശയനിഴലിലാണ്. ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ ജയനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. മറ്റ് 2 പേരുടെ കാര്യം അറിയില്ലെന്നാണ് പോലീസിനോട് സെബാസ്റ്റ്യൻ ആവർത്തിക്കുന്നത്. അടിസ്ഥാനപരമായി ക്രിമിനലാണെന്നാണ് പോലീസ് സെബാസ്റ്റ്യനെക്കുറിച്ച് പറയുന്നത്. സ്ത്രീകളെ വശീകരിച്ച് സ്വത്തും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുന്ന തരം ക്രിമിനൽ മാനസികാവസ്ഥയുള്ളയാളാണ് സെബാസ്റ്റ്യൻ എന്നും പോലീസ് വെളിപ്പെടുത്തുന്നു. കൂടുതൽ സ്ത്രീകളെ ഇയാൾ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ സമീപകാലത്ത് കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാണാതായ ചേർത്തല സ്വദേശിനിയായ സിന്ധുവിൻ്റെ കേസും അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. 5 വർഷം മുമ്പാണ് സിന്ധുവിനെ കാണാതായത്. ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല മറ്റു ജില്ലകളിലും സമാന കുറ്റകൃത്യം സെബാസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കാണാതായ ജയനമ്മ കോട്ടയം സ്വദേശിനിയാണ്. കോട്ടയം, എറണാകുളം, കൊല്ലം ജില്ലകളിൽ നിന്ന് സമീപകാലത്ത് കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിനിടെ ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തി. പരിശോധനയിൽ വീട്ടിനുള്ളിൽ രക്തക്കറയും ഉണ്ടായിരുന്നു. കൂടാതെ ലേഡീസ് ബാഗും വസ്ത്രങ്ങളും പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. കഴിഞ്ഞയാഴ്ച നടത്തിയ പരിശോധനയിലും വീടിന് സമീപത്ത് നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യൻ്റെ പുരയിടത്തിൽ നിന്നും 20ഓളം അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. ഇവ കത്തിക്കരിഞ്ഞ നിലയിലാണുള്ളത്. കടാവർ നായ സ്ഥലത്തെത്തിച്ചാണ് പരിശോധന നടത്തിയത്. നേരത്തെ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നാണ് വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത്. പുരയിടത്തിലെ കുളത്തിലെ വെള്ളം വറ്റിച്ചും പരിശോധന നടത്തി. കുളം വറ്റിച്ചപ്പോൾ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളും ഒരു കൊന്തയുടെ ഭാഗവും കണ്ടെത്തിയിരുന്നു. സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെ ഇളക്കി പരിശോധിച്ചു. ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ കാണാതായ അതേ സമയത്ത് സെബാസ്റ്റ്യൻ വീടിൻ്റെ അകത്ത് ടൈൽ മാറ്റി ഗ്രാനൈറ്റ് പാകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. 2.25 ഏക്കറോളം വരുന്ന പുരയിടത്തിൽ കുളങ്ങളും ചതുപ്പ് നിലങ്ങളും ഉണ്ട്. ഇവിടങ്ങളിലെല്ലാം പരിശോധന നടത്തും. പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു കൂസലുമില്ലാതെയാണ് സെബാസ്റ്റ്യൻ ഇരിക്കുന്നത്. ചിരിയും മൗനവും മാത്രമാണ് സെബാസ്റ്റ്യൻ്റെ ഉത്തരം. തെളിവെടുപ്പിൽ ലഭിച്ച അസ്ഥി കഷ്ണങ്ങളും സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളും സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാഗും പരിശോധനയ്ക്ക് അയച്ചു. പുരയിടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളവും മണ്ണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്നും പോലീസ് അറിയിച്ചു.